ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടില്ലേണ്ടല്ലോ ജസ്നസ്ലിമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ജസ്നസ്ലിമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ മരണത്തോട് മല്ലടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയില്ലെന്ന് വെച്ചാൽ അവർ ഇഞ്ചക്ഷൻ വെച്ചതാണ്. ഇഞ്ചക്ഷൻ വെച്ചിട്ട് അതിൻ്റെ റിയാക്ഷൻ വന്നതാണ് കേട്ടോ. കൈമ അവർക്ക് തൈമ കാൽമ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീക്കും കാര്യങ്ങളും റിയാക്ഷനൊക്കെയാണ് കണ്ടത്. അപ്പം അതിനെ പറ്റിയിട്ട് പിന്നെ ഒരു അരുണേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്, ഇങ്ങനെ നൈസ് ഇഞ്ചക്ഷൻ മാറി കുത്തിയതാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് ഒരു 2-3 മാസം മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. അതിപ്പോൾ അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇടുകയാണ് ഇട്ടതാണ്. അപ്പോൾ അതാ നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ പിന്നെ എന്താ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സെഫീന ബീവി ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അതിനെ കുറിച്ചിട്ടുണ്ടല്ലോ സെഫീന ബീവി കുറച്ച് പിന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലേ. അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് കേട്ടോ സെഫീന ബീവി. അപ്പം അവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇങ്ങനെ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കേട്ടോക്കി. ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടാ. മാഡം, ഇത് ജസ്ന സലീമിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാർച്ച് 31-നാണ്. മാർച്ച് 31 രാത്രിയാണ്. ഇവർക്ക് മൈഗ്രെയിൻ ആണ്, എപ്പോഴും മൈഗ്രെയിൻ ആണ്. ഫെനർഗാനും ഒരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ട്. 2 മെഡിസിൻ എടുത്താലാണ് ഇവർക്ക് എന്ത് ചെയ്യും, പെയിൻ ഇഞ്ചക്ഷൻ ആണ് കൂടെയുള്ളൂ. ഓക്കെ, ട്രമഡോൾ. അങ്ങനെ ഇവർക്ക് കയ്യിലൊന്നും വെയിൻ കിട്ടില്ല. ഓക്കെ, ഇവർക്ക് എവിടെ കുത്തിയാലും ബൾജാവും. ഓക്കെ, എവിടെ ഇഞ്ചക്ട് ചെയ്താലും ബൾജാവും. ഓക്കെ, അങ്ങനെ കയ്യിലൊന്നും വെയിന് കിട്ടാണ്ട് ഇവര് സാധാരണ കാലിന് ചെയ്യും. അപ്പൊ കാലിന് ഇഞ്ചക്ഷൻ ചെയ്ത സമയത്ത് ഇത് എന്തായാലും ഇഞ്ചക്ഷൻ പോകുന്നില്ല. ഇഞ്ചക്ഷൻ പോകണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ഇഞ്ചക്ഷൻ മെഡിസിൻ അല്ലല്ലോ കുത്തുക, നോർമൽ വെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സലൈൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് നോക്കും. അത് അതിന്റെ ഒരു പ്രോസസ്സാണ്. അങ്ങനെ ജസ്റ്റ് അത് പമ്പ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, ആ സമയത്ത് അത് ബൾജായി വന്നു. ഇവര് പറയുന്നത് വേറെ മെഡിസിൻ ആണ്. ഞങ്ങളുടെ നേഴ്സ് പറഞ്ഞു നോർമൽ സലൈൻ ആണ്, വേറെ ഒന്നുമല്ല, അത് നോർമൽ ബൾജ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഇവര് പറയുന്നത് വേറെ മെഡിസിൻ കുത്തിയതാണെന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. പിറ്റേ ദിവസം ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇവരുടെ ഈ അരുൺ നടന്ന വീഡിയോ ഇടുന്ന അവൻ വന്നിട്ട് ചീത്ത ഭയങ്കര തെറ്റായ രീതിയിൽ നേഴ്സിനോട് സംസാരിച്ചു. ഞങ്ങൾ അതിൽ പരാതി കൊടുത്തു. അപ്പൊ അവര് കംപ്ലൈന്റ് ഇത് കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സംഗതി നേഴ്സ് പറഞ്ഞു, ഇന്നതാണ് സാർ ഞാൻ ചെയ്തത്. വെയിൻ ഒന്ന് ബ്ലോക്ക് ആകുന്ന സമയത്ത് ബൾജാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ഞങ്ങളൊന്ന് പുഷ് ചെയ്ത് നോക്കും. അങ്ങനെ പുഷ് ചെയ്ത് നോക്കി പ്രോസസ്സേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. സിഐക്ക് അത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പോ സിഐ കാര്യം പറഞ്ഞു. അപ്പൊ അവർ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് എന്തൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം തീരെയില്ലെന്ന് ചോദിച്ചാൽ ഓക്കെ, എന്നാൽ ലാബ് ടെസ്റ്റ് കൂടി ഞങ്ങൾ ചെയ്തുതരാം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു വിഷമം ഒരാൾക്ക് എന്തിന്റെ പേരിലായാലും വിഷമം വന്നല്ലോ എന്ന് വെച്ചിട്ട് ഓക്കെ ബ്ലഡ് ടെസ്റ്റ് ആണ്, 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർക്ക് വേണ്ട ഒരു ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല. വേറെ മെഡിസിനും വേറെ കാര്യം വരുന്നുണ്ട്, ഇൻഫെക്ഷൻ ആവും, കാര്യങ്ങളാവും, അങ്ങനത്തെ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് 1.5 മാസം മുന്നേ കറക്റ്റ് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പിരിഞ്ഞു പോയതാണ്. ഇപ്പൊ മെയ് 16 ഇന്നലെയാണ് ഒരു വീഡിയോ. ഇന്നലെ വീഡിയോ ഇടാത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ട ആളാണെങ്കിൽ ആ വീഡിയോ എടുത്തിരിക്കുന്നത് ഇന്നലെയോ അല്ല, ഞങ്ങളെ ക്ലിനിക്കിൽ ഇപ്പൊ ബന്ധപ്പെട്ടിട്ട് 1.5 മാസമായി. അതിന്റെ 2 മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് അവരിപ്പോ പോസ്റ്റ് ചെയ്ത്. എഡിറ്റഡ് വീഡിയോ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടോ? അല്ല, എഡിറ്റഡ് വീഡിയോ ആണ്. മുമ്പ് എടുത്ത ഒരു അസുഖം ഇങ്ങനെ ഈ മൈഗ്രെയിൻ വന്ന അവളുടെ ആക്ടിങ് അവളുടെ കളി ഇങ്ങനെ തന്നെയാണ്. ഈ ഫെനർഗാനും ട്രമഡോൾ ഇഞ്ചക്ഷൻ അടിച്ചാലും അവളിങ്ങനെ നമ്മൾ എന്താ പറയാ, മൊത്തം ഒരു ഹാഫ് നോർമൽ എന്ന രീതിയിലേക്കാണ് അവള് ഇഞ്ചക്ഷൻ അടിച്ചാൽ പോകും. ആ സാധനമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മരണത്തോട്. പിന്നെ കാല് ചെറുങ്ങനെ വീങ്ങിയിട്ടൊന്നും ആരും മരണത്തോട് മല്ലടിച്ചിട്ടില്ല. കാലങ്ങാനും മുറിച്ചുകൊള്ളേണ്ടി വരും സാറേ. എന്താ വേണം ചെയ്യാ ഇങ്ങനെയൊക്കെ. അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്നത് ഇന്നലെ പറഞ്ഞത്, ഇന്ന് പറയുന്ന കാലം മുറിച്ചു കളയേണ്ടി വരുമെന്ന്. അപ്പോ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചക്ക മുറിക്കുന്ന വീഡിയോ, കാർ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇന്നലെ വന്ന കാണിച്ച വീഡിയോ കാര്യങ്ങളൊക്കെ വളരെ മുമ്പ് എടുത്തതാണ്. ഓക്കെ, മനസ്സിലായി. ഇത്രയാണ് അതേ ബന്ധപ്പെട്ട് കാര്യം പറയല. ഇന്നലെ ഒന്നും നടന്ന സംഭവമല്ല, ഒരുപാട് കോൾസ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്ത്യ ഒന്നടങ്ങ് നിശ്ചലമായി മൊത്തം ഹർത്താലായി എന്താവും എന്തായാലും അനുഭവിച്ചോളൂ. തീർച്ചയായിട്ടും ഞാൻ ആദ്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാണ്. അഡ്വക്കേറ്റ് ഫോർവേഡ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ അധിക്ഷേപിക്കുന്നതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും കൊടുക്കാൻ ഇറങ്ങി ഞങ്ങളിത് അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണേ. ഇത് ഞായറാഴ്ചയല്ലേ, നാളെ ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ, കൊറോണ സമയത്ത് ആരൊക്കെ മരിച്ചിട്ടുണ്ട് പോലെ അവിടെ നിന്ന്. ഓക്കെ, മനസ്സിലായോ? പിന്നെ മറ്റവൻ പറയുന്നത് ഒരുപാട് എന്തൊക്കെയോ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ എന്തായാലും ലീഗൽ ആക്ഷൻ എന്തായാലും പോകും. ഓക്കെ. അപ്പോൾ അതാ ഞങ്ങൾ കേട്ടില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ തന്നെ പോലീസൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നല്ലേ ആ വോയിസിൽ പറയുന്നുണ്ടല്ലേ. അപ്പോൾ സെഫീന ബീവി എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് അപ്പോൾ അതായത് ഉണ്ടല്ലോ, ഇഞ്ചക്ഷൻ മാറി കുത്തിയതും പ്രശ്നങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് പിന്നെ അവർക്ക് പിന്നെ ഇഞ്ചക്ഷൻ വെച്ചാണ്ടല്ലോ അതിൻ്റെ റിയാക്ഷൻ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതേനും കഴിയുമ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയിട്ട് കാൽമെടുത്താന്നൊക്കെ പറയുന്നുണ്ടല്ലേ ആ വോയിസിൽ. അപ്പോൾ അതാ ജസ്ന സലീം ഉണ്ടല്ലോ, ഇങ്ങനത്തെ പിന്നെ പടം വരച്ച് കൃഷ്ണൻ്റെ പടമൊക്കെ വെച്ചിട്ട് അങ്ങനെ വിറ്റ് അങ്ങനെ കഴിഞ്ഞിട്ട് അവർ കാശ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ പിന്നെ കച്ചവടം കാര്യങ്ങളും പിന്നെ ഒന്നും കൃഷ്ണൻ്റെ ഫോട്ടോ ഒന്നും വല്ലാതെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ കച്ചവടം കിട്ടണില്ല കേട്ടോ. അപ്പോൾ അവളെന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പായിട്ട് വന്നതായിരിക്കും. പക്ഷെ എന്താ പറയല്ലെന്ന് വെച്ചാൽ ഡോക്ടർ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ആ ഹോസ്പിറ്റലിന്. പിന്നെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എന്തായാലും ഹോസ്പിറ്റലിന് ബാധിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അവർ പിന്നെ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കാന്നൊക്കെ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവർ അതിൽ സംഭവം തന്നെയാണ്. പക്ഷേ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അവർ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവാതൊക്കെ അല്ല ഇഞ്ചക്ഷൻ വെച്ചതാണല്ല, മാറി കുത്തിയതും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെഫീന ബീവി ചോദിക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ടല്ലേ. പിന്നെ മരണത്തോട് മല്ലടിച്ചെടുക്കാൻ ഒരു കാലിന് ഇഞ്ചക്ഷൻ വെച്ച മരണത്തോട് മല്ലടിച്ചെടുക്കൊന്നുമില്ല അങ്ങനെ എന്നൊക്കെ ഉള്ളത് അല്ലേ. അവർ എന്തെല്ലാം പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അരുണേട്ടൻ്റെ വോയിസ് ആണ് കേട്ടോ കൂടുതൽ. നല്ല അഭിനയിച്ച് പിന്നെ ഇതാക്കിയിട്ടുണ്ട്, പൊലിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബിസിനസ്സിലെയും. അപ്പോൾ അവർക്ക് പിന്നെ വീഡിയോസിന് അത്ര റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പൊതുവേ റീച്ച് ഇല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ ഉടായിപ്പോയിട്ട് വന്നതല്ലത്, അല്ലാതെ മരണത്തോടും അല്ലടിച്ചെടുക്കിയതാക്കുന്നല്ല കേട്ടോ. അവർ കുറേ പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, വലിയ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ അവർക്ക് നല്ലൊരു പണി വരാൻ പോകുന്നില്ല, കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പണി തന്നെയായിരിക്കും. അപ്പോൾ അത് പിന്നെന്താ പറയില്ലെന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറിയിട്ട് ഓരോ പ്രശ്നങ്ങൾ അവിടുന്ന് റീൽസ് എടുക്കലൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് കുറേ പിന്നെ കേസും കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ പ്രശ്നം വരുമ്പോൾ അവളൊന്ന് കൈ മുറിക്കും, പിന്നെ ആത്മഹത്യക്ക് ശ്രമിക്കും, പിന്നെയും കൈ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ടീമിൻ്റെതായുണ്ടല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ എഴുതി വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒറ്റ നല്ല കമൻറ്റും കാര്യങ്ങളും ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ മോശം കമൻറ്റ് തന്നെ ഉള്ളൂ കേട്ടോ. അഭിനയമാണ്, അങ്ങനെ വേണോ, പഠിച്ചേണ്ടതാണ്, ഇങ്ങനെ അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ സെഫീന ബീവി എന്തായാലും തെളിയിച്ചിട്ടുണ്ട്, ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ചെയ്യുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.